ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. കർക്കിടകപ്പൊടി ഈ കർക്കിടക മാസം നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. നമുക്കിതുപോലെ തയ്യാറാക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. അതായത് കേടായി പോവുകയൊന്നുമില്ല. ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് തൊക്കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ഞവരേലി ഇട്ട് കൊടുക്കാം. ഞവരേലി നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ഈ പൊടി തയ്യാറാക്കാൻ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞവരേലി ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞവരേലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. ഫൈബർ കണ്ടൻറ്റ് ധാരാളമുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അരി തന്നെയാണ് ഞവരേലി എന്ന് പറയുന്നത്. ഇപ്പം ഞവരേലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ടേലി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി വേറെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഓരോന്നും നല്ല തണുത്ത ശേഷം മാത്രമേ നമ്മളിത് പൊടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവൂ. ഇനി എടുക്കുന്നത് അതുപോലെ തന്നെ ഞവരേലി എടുത്ത് അതേ അളവിൻ്റെ കപ്പിന് തന്നെ 1 കപ്പ് റാഗിയാണ് എടുക്കുന്നത്. റാഗിയും അതുപോലെ തന്നെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. റാഗി എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്കോണൊക്കെ പൊട്ടി വരത്തില്ല, അതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് പൊട്ടി വരും. ആ സമയമാകുമ്പോഴാണ് നമ്മൾ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കേണ്ടത്. കണ്ടോ, ചെറുതായിട്ട് വൈറ്റ് കളറിനകത്ത് കിടക്കുന്നുണ്ട്. ആ ടൈം ആകുമ്പോൾ നമുക്ക് കോരി മാറ്റി കൊടുക്കാം. ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മളൊരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അടുത്തതിന് ചെയ്യേണ്ടത് എള്ളാണ്. നമ്മുടെ കറുത്ത എള്ള്, അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. എള്ളും അതുപോലെ തന്നെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. എള്ളിനകത്തൊക്കെ ധാരാളം അഴുക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴുകി വേണം എടുക്കേണ്ടത്. എള്ളും നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എള്ളും മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കത് കോരി മാറ്റി കൊടുക്കാം. എള്ളിനകത്തും ധാരാളം അയൺ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ, നമ്മുടെ ബോൺ, അതിൻ്റെയൊക്കെ ബലത്തിനൊക്കെ നല്ലതാണ് എള്ള് നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബദാമാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ബദാമിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റി കൊടുക്കാം. ഒരുപാട് നമ്മൾ റോസ്റ്റ് ചെയ്ത് അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് കോരി മാറ്റി കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് എടുക്കുന്നത് കപ്പലണ്ടിയാണ്, പച്ച കപ്പലണ്ടി. അതിൻ്റെ തൊലിയോട് കൂടിയുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊലി ഇല്ലാത്തതാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. കപ്പലണ്ടി ഞാൻ നേരത്തെ എടുത്ത നമ്മുടെ അരിയൊക്കെ എടുത്തില്ലേ, അരിയും പിന്നീട് റാഗിയൊക്കെ എടുത്ത് അതിന് 1 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി നല്ലതായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും റോസ്റ്റായി മതി. ഒരുപാട് നമ്മൾ റോസ്റ്റായി കൊടുത്താൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിത് കോരി നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രൈ ചെയ്യേണ്ടത്, റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കുറച്ച് നമ്മുടെ ഉലുവയാണ്. അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കുറച്ച് ചെറിയ സ്പൂൺ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുവാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉലുവ ചേർത്താൽ അവർ കഴിക്കത്തില്ല. അത് ചിലപ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ ഉലുവയും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റി കൊടുക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള റോസ്റ്റ് ചെയ്തെല്ലാം നല്ലതായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ആദ്യം ഞാൻ പൊടിച്ചെടുക്കുന്നത് നമ്മുടെ എള്ളാണ്. അപ്പോൾ എള്ള് നമുക്ക് നന്നായിട്ട് ഫൈനായി പൊടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണയുടെ അംശമുള്ളതുകൊണ്ട് എല്ലാം കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നമുക്കൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ മിക്സിയിൽ ചെറിയ ജാറാണ് എടുത്തത്. അപ്പോൾ എല്ലാം പൊടിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം മിക്സിയുടെ ജാറ്. ഇപ്പം കണ്ടോ, ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൾസ് മോഡ് ഇട്ട് വേണം നമ്മൾ എള്ളൊക്കെ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്ത് പൊടിക്കാൻ എടുക്കുന്നത് നമ്മുടെ കപ്പലണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ജാറ് കഴുകുന്നൊന്നുമില്ല, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കപ്പലണ്ടി നമ്മൾ എള്ള് ക്രഷ് ചെയ്തെടുത്ത പോലെ പസ്മോടി ഇട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ കപ്പലണ്ടിക്കകത്ത് അറിയാമല്ലോ എണ്ണയുടെ അംശമുള്ളതുകൊണ്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാക്കി പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്തുകൊണ്ട് വരാൻ. കണ്ടോ, ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ എള്ളിൻ്റെ കൂട്ടില്ല അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ട നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമാണ്. അത് നമുക്ക് മിക്സർ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് ഉരുട്ടുണ്ട് നമ്മുടെ ബദാം. അത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ അതുപോലെ തന്നെ ഇളൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞവര അരിയില്ല, അത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായി പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് കണ്ടോ നന്നായി ഫൈനായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചേർത്ത ആ കൂട്ടിനകത്തേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത നമ്മൾ പൊടിച്ചെടുക്കുന്നത് റാഗിയാണ്. റാഗി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം. അപ്പം നന്നായി തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ അവൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് ഈ പൊടി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊരു സാധനം ഉണ്ടോ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കർക്കിടകപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കർക്കിടകപ്പൊടി എടുത്ത ശേഷം അത് ചെറിയൊരു ബൗളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കരിപ്പൂട്ടിയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതായത് നമ്മൾ അവലൂസ് പൊടിയൊക്കെ കഴിക്കത്തില്ല, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ പാണിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പം നമുക്ക് നല്ലതായിട്ട് കുഴഞ്ഞിരിക്കുമല്ലോ, അങ്ങനെയും കഴിക്കാവുന്നതാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഫുൾ എല്ലിനൊക്കെ നല്ല ബലം തരുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ കർക്കിടകപ്പൊടി എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കർക്കിടക മാസത്തിൽ. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.